തൻഈമിന്റെ താഴ്വരയിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ കൊണ്ടുപോയ ശത്രുക്കൾ ചോദിച്ചത്, ഖുബൈബേ, അവസാനത്തെ നിമിഷം ഞങ്ങൾ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചാൻസ് തരാം, ഒരു പ്രഖ്യാപനം നീ നടത്താമോ? കഴുമരത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ. കഴുമരത്തിന്റെ രണ്ട് പലകകൾ രണ്ട് ഭാഗത്തു നിന്നും ഇങ്ങനെ അടുത്തടുത്ത് കൊണ്ടിരിക്കുമ്പോൾ തൻഈമിന്റെ താഴ്വരയിലേക്ക് കൊണ്ടുപോയ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരമാസകലം മാരകമായ മുറിവുകളാണ്, ഡീപ്പായ എൻജറികളാണ്. ഇസ്ലാമിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ഹബീബായ നബിക്ക് വേണ്ടി നിലകൊണ്ടതിന് കിട്ടിയ പ്രതിഫലമാണ്. തൻഈമിന്റെ താഴ്വരയിലേക്ക് ശത്രുക്കൾ ഇടിച്ചും കുത്തിയും വെട്ടിയും മുറിവേൽപ്പിച്ചും നോവിച്ചും ചാട്ടവാറുകൾ കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു അവശനാക്കിയും തൻഈമിന്റെ താഴ്വാരത്തേക്ക് കൊണ്ടുവച്ചിട്ട് കഴുമരത്തിലേക്ക് ഇങ്ങനെ കേറ്റാൻ നേരത്ത് ചോദിച്ചു, ഒന്ന് സങ്കൽപ്പിക്കുമോ, ഒന്ന് സങ്കൽപ്പിക്കുമോ, ഈ കഴുമരത്തിൽ നിന്റെ സ്ഥാനത്ത് നിന്റെ നേതാവായ തിരുനബി തിങ്കളാണെന്ന് ജസ്റ്റ് പറയേണ്ട കാര്യമില്ല, സങ്കൽപ്പിച്ചാ മാത്രം മതി. തയ്യാറാണോ? ഇപ്പൊ വിട്ടേക്കാം. റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ തൻഈമിന്റെ താഴ്വരയിൽ നിനക്ക് ബദലായിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്. ഈ കഴുമരത്തിന്റെ ചാരത്ത് ഞങ്ങൾ നിർത്തിയത് നിന്റെ നേതാവിനെയാ, നിന്റെ ലീഡറിനെയാ എന്നൊന്ന് സങ്കൽപ്പിക്കാമോ? നീ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതിയടോ. വേണമെങ്കിൽ സയ്യിദുനാ ഖുബൈബ് തങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കാതെ ഞാൻ വിചാരിച്ചു എന്ന് പറയാം, മനസ്സിൽ വിചാരിക്കാതെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ശത്രുക്കൾ ഖുബൈബ് തങ്ങളെ വെറുതെ വിടും സഹോദരാ. ഞാനും നിങ്ങളും അവിടെയാണ് പരാജയപ്പെട്ടു പോകുന്നത്. എനിക്കിതുപോലൊരു മദ്ഹുർ റസൂലിന്റെ വേദിയിൽ കയറിയിട്ട് സയ്യിദനാ ഖുബൈബ് തങ്ങളെ പറ്റി നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കും. നിങ്ങൾക്ക് ഖുബൈബ് തങ്ങളെ പറ്റി ഞാനാകുന്ന ഈ മനുഷ്യൻ പറയുമ്പോൾ നിങ്ങൾക്ക് സശ്രദ്ധം കേൾക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഖൽബുകളിൽ എവിടെയെങ്കിലും ഈ ഈമാനും ഈ മഹബ്ബത്തും ഈ ഇസ്തിഖാമത്തും ഉൾക്കൊള്ളുന്നുണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുബൈബ് തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയുമോ? എടാ കസ്മലന്മാരായ കാട്ടാളന്മാരായ ശത്രുക്കളെ, ഇങ്ങളാകുന്ന എന്റെ നേതാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഈ കഴുമരത്തിന്റെ ചാരത്ത് കൊണ്ടുവരുന്നത് പോയിട്ട് ആ നേതാവായ റസൂലുള്ളാഹി തങ്ങളുടെ കാലിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് പോയിട്ട് ഞാനും എന്റെ പ്രിയപ്പെട്ട കുടുംബവും വീട്ടിൽ സ്വസ്ഥമായിരിക്കുകയും എന്റെ ഹബീബിന്റെ ശരീരത്തിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴുമരത്തിലേക്ക് ഖുബൈബ് തങ്ങളെ കയറ്റിപ്പോയി കേട്ടോ. അതാ രണ്ടു ഭാഗത്തൊന്നും തടി ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു. ഖുബൈബ് തങ്ങൾ ഇങ്ങനെ കഴുമരത്തിൽ വലിഞ്ഞു മുറുകാൻ പോകുന്നു. കയറ് മുകളിലോട്ട് വലിച്ചിട്ട് താഴെ നിന്ന ഖുബൈബ് തങ്ങൾ മുകളിലോട്ട് കയറി ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ലാസ്റ്റ് വാണിങ്ങിന്റെ ഘട്ടത്തിലെത്തിയപ്പോ അവര് ചോദിച്ചു, ഖുബൈബേ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നിനക്ക് ഓർമ്മ വരുന്നില്ലയോ? നിന്റെ പ്രിയപ്പെട്ട പുന്നാര മകനെ നിനക്ക് ഓർമ്മ വരുന്നില്ലയോ? നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നിനക്ക് ഓർമ്മ വരുന്നില്ലയോ? നിന്റെ ഉമ്മാനെയും ബാപ്പാനെയും നിനക്ക് ഓർമ്മ വരുന്നില്ലയോ? നീ ഒന്ന് സങ്കൽപ്പിക്കൂ മോനെ, നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാം. ഖുബൈബ് തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയുമോ? കൊല ചെയ്യാൻ നേരത്തൊരു ജൂതനായ മനുഷ്യൻ, അന്നവർ ജൂതന്മാരായിരുന്നു, കാണാൻ സാക്ഷികളായി നിന്ന ആളുകൾ, അതാ
ആ ജൂതനായ മനുഷ്യൻ പിന്നീട് അനുസ്മരിക്കുന്നത് കാണാം. ആ നേരത്ത് ഞാൻ ഹുബൈബിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിപ്പോയി. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ആണ് ആ സഹാബി. അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, അതാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഖലീഫയായിരിക്കുമ്പോൾ ഗവർണറായിരുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ആളുകൾ പരാതി പറയും. എന്താണ് പരാതി എന്നറിയുമോ? ഉമറുൽ ഫാറൂഖ് തങ്ങളെ നമ്മുടെ ഗവർണർ എങ്ങനെയുള്ളയാളാണെന്നറിയുമോ? വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് ചർച്ചകൾക്കും മറ്റും വരുമ്പോൾ ആ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വേദിയിൽ വെച്ച് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ നേതാവ് ബോധക്ഷയം സംഭവിച്ച് വീഴാറുള്ള നേതാവാണ്. 4-5 പരാതികൾ അദ്ദേഹത്തെ സംബന്ധിച്ചവർ പറയുന്നുണ്ട്. ഒരു പരാതി ഇതാണ്, ഉമറുൽ ഫാറൂഖ് തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, സയ്യിദ് തങ്ങളെ നിങ്ങൾക്ക് എന്ത് പറ്റി? എന്തിനാണ് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള ആളുകൾ നിങ്ങളുടെ രാജ്യത്ത് ചർച്ചയ്ക്ക് വരുമ്പോൾ ആ രാഷ്ട്ര നേതാക്കന്മാരുടെ മജ്‌ലിസിൽ വെച്ച് നിങ്ങൾ എന്തിനാണ് ബോധം കെട്ട് വീണിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ ഇമേജിന് കോട്ടം വരുത്തുന്നത്? അയാൾ പറയുകയാണ്, ആ സഹാബി വര്യൻ പറയുകയാണ്, എനിക്കപ്പോൾ ഓർമ്മ വരുന്നത് ഏത് രംഗമാണെന്നറിയുമോ? ഞാനെന്ന ജൂതനായിരുന്നു. തന്നഈമിന്റെ താഴ്വാരത്ത് വെച്ച് സയ്യിദുനാ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ തൂക്കിലേറ്റി അതിന്റെ പര്യവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ഒന്നുകൂടി ചോദിച്ചു, ഹുബൈബേ, നിന്റെ മകളെ ഓർമ്മ വരുന്നില്ലേ മോനെ? നിന്റെ ഭാര്യയെ നിനക്ക് ഓർമ്മ വരുന്നില്ലേ മോനെ? നിന്റെ സഹോദരന്മാരെ നിനക്ക് ഓർമ്മ വരുന്നില്ലേ മോനെ? ഒന്ന് സങ്കൽപ്പിച്ചാൽ മാത്രം മതി, ഞങ്ങൾ ഈ കഴുമരത്തിൽ നിന്ന് നിന്നെ ഇറക്കി വിട്ടേക്കാം. ആ സന്ദർഭത്തിൽ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഈമാനിനൊരു പോറൽ പോലും സംഭവിക്കുന്നില്ല. ആ മുഖത്തെ ഭാവം വളരെ ഉറച്ച ഈമാനിന്റെ ഭാഗമായിരുന്നു. ആ മുഖത്ത് ഹബീബിനോടുള്ള അടങ്ങാത്ത മഹബ്ബത്തായിരുന്നു. അല്ലാഹുവിന്റെ ലോകത്തേക്ക് പറന്നു പോകാനുള്ള അത്യധികം അഭിവാഞ്ചയും അഭിനിവേശവും അത്യാഗ്രഹവുമായിരുന്നു ആ മനുഷ്യന്റെ മുഖത്ത് നിഴലിച്ചത്. എനിക്ക് ഓർമ്മ വരുന്നു, ആ മനുഷ്യന്മാരുടെ കറുത്ത ഹസ്തങ്ങളിൽപ്പെട്ട് സയ്യിദനാ ഹുബൈബ് റളിയല്ലാഹു അൻഹു പിടഞ്ഞു മരിക്കുമ്പോൾ, അരുതരുത്, ഹുബൈബിനെ നിങ്ങൾ വെറുതെ വിടൂ എന്നൊരു വാക്ക് പോലും പറയാൻ അന്ന് ശത്രുപക്ഷത്തുണ്ടായിരുന്ന എനിക്ക് സാധിച്ചില്ല. അന്നൊരു ജൂതനായിരുന്ന എനിക്ക് സാധ്യമായിട്ടില്ല. എല്ലാ സന്ദർഭത്തിലും നിർണായകമായ പല ഘട്ടങ്ങളിലും ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സമയത്തുള്ള മുഖം എനിക്ക് ഓർമ്മ വരുമ്പോൾ എനിക്ക് താങ്ങാൻ കഴിയാതെ ഞാൻ ബോധം കെട്ട് നിലത്തു വീഴുന്നതാണ്. The love of the Prophet has been the strongest binding force in Islam. നിങ്ങൾക്ക്